ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കാണാൻ പോകുന്നത് ബൊറൂട്ടോ നാരുട്ടോസ് നെക്സ്റ്റ് ജനറേഷൻ എപ്പിസോഡ് നമ്പർ 101 102 ആണ്. അപ്പോൾ എങ്ങനെയുള്ള എപ്പിസോഡാണെന്ന് വെച്ചാൽ ത്രില്ലിംഗ് ആണ്, അടിപൊളിയാണ്, കിടിലാണ്. അങ്ങനെ നമുക്ക് നേരെ നമ്മളുടെ എപ്പിസോഡിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്നത് നമ്മളുടെ ബൊറൂട്ടോ ഇപ്പം നമ്മളുടെ ആരെ പിടിച്ചുകൊണ്ട് പോയെന്നും പറഞ്ഞിട്ടാ അങ്ങനെ പരിപാടി ഒന്നും നിർത്തുന്നില്ല. അവിടെ താറാക്കളെ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അടച്ചിടുന്നുണ്ട്. ജുഗോനെ പിടിച്ചോണ്ട് പോയ ആൾക്കാർ ആരാ എന്താണെന്നൊന്നും അറിയാതെ അങ്ങനെ അങ്ങ് വിട്ടല്ലോ എന്നും പറഞ്ഞാണ് ബൊറൂട്ടോ നിൽക്കുന്നത്. എന്നാലും കൂടെ മറ്റേ നമ്മളുടെ ടൊസൂക്ക ഉള്ളതാണ് ഒരു ആശ്വാസം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ടൊസൂക്ക കൂടെ ചേർന്നിട്ട് ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ട് ഇവിടെയുള്ള എല്ലാ താറാക്കളെയും രക്ഷിക്കും, ജുഗോനെയും രക്ഷിക്കും എന്ന രീതിയിലാണ് ബൊറൂട്ടോ വിശ്വസിക്കുന്നത്. എന്നാൽ തന്നെയും എന്തോ ഒരു വശപ്പശക്ക് ബൊറൂട്ടോയ്ക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അവിടെ എന്തിലാ എങ്ങനെയാണെന്ന് തോന്നുന്നത് അത് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷേ എങ്കിലും മൊത്തത്തിൽ ഒരു വശപ്പശക്കാണ് ബൊറൂട്ടോയ്ക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ ജുഗോനെ കൊണ്ടുപോയ സ്ഥലത്ത് കാണിക്കുകയാണ്. ജുഗോനെ കൊണ്ടുപോയ സ്ഥലത്ത് ഒരുപാടധികം സയൻറ്റിസ്റ്റും അതുപോലെ തന്നെ നമ്മളുടെ ടൊസൂക്കയും ഉണ്ട്. ആ ഒരു ട്വിൻസ് ഇല്ലേ, അവരും അവിടെ ഉണ്ട്. അപ്പോൾ ആണെങ്കിൽ ജുഗോ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ സയൻറ്റിസ്റ്റ് നമ്മളുടെ ജുഗോനെ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് എന്തോ മയക്കാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മളുടെ ജുഗോനെ എന്തായാലും സേഫായിട്ടല്ല അവർ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ സിമുറനെ കാണിക്കാൻ സിമുറ നൂന്യം കൊണ്ടിട്ട് വരുന്നുണ്ട്. വസബീനെയും നമുറേനെയും തിരക്കിയിട്ടാണ് സിമുറ വരുന്നത്. കുറച്ച് നേരെ ആയിട്ടുള്ളൂ സിമുറ ആ പൊത്ത് നിന്ന് എഴുന്നേറ്റിട്ട്. നമ്മളുടെ ന്യൂ ആണല്ലോ സേഫായിട്ട് കൊണ്ടിട്ട് നിർത്തിയിരുന്നത്. അപ്പോൾ എന്തിനെയോ കണ്ട് ന്യൂ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗൃ എന്നാക്കാണ്. എന്താന്ന് പറഞ്ഞാൽ നോക്കിയാൽ രണ്ടാൾക്കാർ അവിടെ വന്ന് നിൽക്കുകയാണ്. അവർ ഡയറക്റ്റ് സംസാരിക്കാൻ തുടങ്ങുകയാണ്. എന്താണ് മോളെ നിന്റെ പ്രശ്നം, നീ കണ്ടോ എന്ന്, ആരെ എന്ത് നിങ്ങൾ ആരാ എന്ന രീതിയിലൊക്കെ വസബി ചോദിക്കുമ്പോൾ നമുക്ക് ഈ മുഖം കാണുമ്പോഴേ മനസ്സിലായി അതാരാണ്, കരീനും സുഗറ്റ്സുമാണ്. അപ്പോൾ ഈ നമ്മളുടെ നൂവിന് അത് അറിയൂല, അത് മോൺസ്റ്റേഴ്സ് ആണ്, അവർ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, വേറെ ചക്ര ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് നൂ പോയിട്ട് അറ്റാക്ക് ചെയ്യാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ആർക്ക് നമ്മളുടെ എന്താണ് അവന് പറഞ്ഞാൽ മനസ്സിലാവോ, അവന് ഒട്ടും മനസ്സിലാവുക. എനിക്കാണെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാതെ നിൽക്കുകയാണെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. നമ്മളുടെ ബൊറൂട്ടോ മിറ്റ്സുഗി സറാഡേനെ കാണിക്കുകയാണ്. കാട്ടിലൂടെ അവരിങ്ങനെ വരികയാണ്. സിമുറേനെയും ഇതായി, വസബി നമ്മുടെ വല്ലാതെ കിടക്കുന്നു, ജുഗോനെ നഷ്ടമായി, എന്ത് ചെയ്യും, എല്ലാം കയ്യിൽ നിന്ന് പോയി, നമ്മളുടെ കൊനോഹമാരണം വയ്യാതായി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ബോട്ട് ആകെ വിഷമാണ്. അപ്പം മരം ഒടിക്കുന്ന സൗണ്ട് കേൾക്കാണ്. എന്താണെന്ന് നോക്കിയാൽ നൂവിനെ തൂക്കിയെടുത്ത് നമ്മളുടെ സുഗറ്റ്സ് എറിഞ്ഞതാണ്. അത് പോയിട്ട് നമ്മളുടെ സിമുറയുടെ മണ്ടയ്ക്ക് അടിച്ചിട്ട് സിമുറയ്ക്കും തീരെ വയ്യ. സിമുറേനെ എന്നിട്ട് എടുത്തിട്ട് നല്ല രീതിയിൽ വീശി അടിക്കുന്നുണ്ട്. സുഗറ്റ്സുവിന് ദേഷ്യം തീരുന്നത് വരെ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്. അപ്പോഴത്തേക്കും സുഗറ്റ്സുവിനോട് കാര്യം പറയുന്നുണ്ട്, എന്താ നീ കാണിച്ച കൊച്ചല്ലായിരുന്നോ അതെന്ന്. അപ്പോഴത്തേക്കുമാണ് ബൊറൂട്ടോ മിറ്റ്സുഗി സറാഡ അങ്ങോട്ട് വരുന്നത്. ആരാടാ നീ, എന്തിനാടാ നീ അതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ മിറ്റ്സുഗിയാണ് പറഞ്ഞത് അത് ഒറോച്ചിമാരുടെ ആൾക്കാരാണ്. സറാഡേനെ അറിയാം, ലൈക്ക് അവളുടെ പേര് കരീൻ, അതുപോലെ തന്നെ ഇവൻ്റെ പേര് സുഗറ്റ്സു, കൂടെ ഉണ്ടായിരുന്നത് ജുഗോ ഇവരുടെ ടീംമേറ്റ് ആണെന്ന രീതിയിൽ പറയണം. ഓ അങ്ങനെ പറ എന്ന് പറ. അപ്പോഴേ നമ്മളുടെ സറാഡേനെ അറിയാമെന്ന് പറഞ്ഞിട്ട് നേരെ വരാണ് ആര്, നമ്മളുടെ കരീൻ. അതേപോലെ തന്നെ സിമുറേനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മളുടെ കരീൻ. ഒരു രീതിയിലും സിമുറേനെ അറ്റാക്ക് ചെയ്തിട്ടില്ലെന്ന് സറാഡ എടുത്ത് പറയുന്നുണ്ട്. കുറച്ച് നല്ല പുള്ളി അയക്കാമെന്ന്. അങ്ങനെ നമ്മളുടെ സറാഡയാണെങ്കിൽ ഓക്കെ അപ്പോഴീ അവനാണ് ചെയ്തതല്ലേ സുഗറ്റ്സു. അപ്പോൾ പറയണം അതെ ഈ സുഗറ്റ്സു ആണ് എല്ലാം ചെയ്യുന്നതെന്ന്. അപ്പോഴത്തേക്കും ബോറോട് ചോദിക്കണം, എന്താണ് അതിന് കുഴപ്പം, നീ ആരാണെന്ന് നിൻ്റെ വിചാരമെന്ന്. അപ്പോൾ അവൻ പറയണം, ഞാൻ ആരാണെന്നാ എൻ്റെ വിചാരം, എൻ്റെ വിചാരം ഞാൻ ആരുമല്ല, നിങ്ങളെക്കാളും ഒക്കെ പവർഫുൾ ആണെന്നാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു, എന്നോട് ചൊറിയാമെന്ന് ഞാൻ ചെയ്തു, അതിനിപ്പോൾ എന്താ പ്രശ്നം, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പീക്കിനി മഞ്ഞ ചെറുക്കാന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ സുഗറ്റ്സ് അങ്ങനെ ചോദിച്ചു തരാം. ബോറോടയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെ കീരിയും പാമ്പും മാതിരി അവിടെ കിടന്ന് അടിയോടടിയാണ് നമ്മളുടെ സുഗറ്റ്സും അതുപോലെ തന്നെ ബോറോട്ടയും. അവൻ പറയാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ജുഗോ എത്ര കഷ്ടപ്പെട്ടാണ് ഇവിടെയുള്ള ബേർഡ്സിനെ രക്ഷിച്ചത്, അപ്പോൾ അങ്ങനെയല്ലേ എന്ന്. അപ്പോൾ ചോദിക്കുകയാണ്, ജുഗോ എന്ന് പറയുന്നത് കേട്ടാ നിങ്ങൾ പറയുന്നത് കേട്ടാ ഞങ്ങളും ജുഗോനെ തിരക്കാണ് വന്നാൽ നിങ്ങൾക്ക് അറിയാവുന്ന മട്ടിലാണല്ലോ എന്ന്. അപ്പോൾ പറയണം, ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഉണ്ടായിരുന്നു, നടന്ന സംഭവങ്ങളൊക്കെയും പറയാണ്. ഓക്കെ, ഇപ്പോൾ അവർ പറയണം ഓക്കെ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രശ്നത്തിൽ പോയി ചാടിയിട്ടുണ്ടായിരുന്നു അല്ലേ, കഷ്ടമായി പോയില്ലോ. എന്തായാലും ഇനി അവനെ പോയി പിടിച്ചെടുക്കുക, തിരിച്ച് ഒറോച്ചിമാരുടെ റിസർച്ച് സെൻറ്ററിൽ കൊണ്ടുപോകുക, അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ കരീൻ പറയാം, അത്രേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങൾ പറയുന്നത് കണക്കൊന്നും ചെയ്യാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ സുഗറ്റ്സ് പറയാണ്, ഇവളെ പോലെ സെമുറയിലെ പോലെ തളപ്പല്ലേ നിങ്ങൾക്കും, ഇവൾ എന്തോരായിരുന്നു, എന്തോ ആ മൃഗത്തിനെ കൺട്രോൾ ചെയ്യാൻ പോലും ഇവർക്ക് അറിയത്തില്ലെന്ന്. നീ എന്താ പറയുന്നത്, നിനക്ക് എന്ത് പറയാനറിയാവുന്ന രീതിയിൽ ബൊറൂട്ടൊക്കെ കിടന്ന് കിളി കിളി കിളിയെന്ന് അടി ഉണ്ടാക്കാണ് കേട്ടോ. ഇത് അങ്ങോട്ട് സുഗറ്റ്സിന് പിടിക്കുന്നില്ല. സുഗറ്റ്സിന് ഇങ്ങനെ സംസാരിക്കുന്നത് തന്നെ തീരെ അങ്ങോട്ട് ഇഷ്ടമല്ല. അവനങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കണം. നീയൊക്കെ പറയുന്നത് കേട്ടാ, നീ പറയുന്നത് കേട്ടിട്ട് പോകണമെന്നാണല്ലോ നീ പറയുന്നത്. അപ്പോൾ കരീൻ പറയണം, ഓക്കെ മതി, ഇറങ്ങി പോ മര്യാദയ്ക്ക്. നിങ്ങൾ എന്തോ ആമ്പിളാരെവിടെ നിന്ന് ഒരു പെങ്കൊച്ചിൻ്റെ ഡ്രസ്സ് ചെയ്യുന്ന സ്ഥലത്ത് വന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇറങ്ങി പോടാന്ന് പറയണം. അതായത് സിമുറേനെ ഇപ്പോൾ അവർ കെയർ ചെയ്യല്ലേ, അവിടെ വന്നിട്ട് ഇവന്മാരെന്തോ താണ്ഡവമാടുന്നു, അത് മൃതകം കൊട്ടുന്നു, എന്താ പരിപാടി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അവന്മാരെ ഇറക്കി വിടാണ്. എന്നിട്ട് നമ്മളുടെ കരീൻ പോയിട്ട് നേരെ സറാഡയുടെ അടുത്താണ് സംസാരിക്കുന്നത്. അവൾക്കിപ്പോൾ സറാഡയുടെ അടുത്ത് ഒറ്റയ്ക്ക് സംസാരിക്കണമായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഇവന്മാരെ ഇറക്കി വിട്ടത്. അത് സുഗറ്റ്സ് ബൊറൂട്ടോയുടെ അടുത്ത് മിറ്റ്സുക്കി അടുത്ത് പറയുന്നുണ്ട്. അവർ കരീനെ ഡ്രസ്സ് ചെയ്യുന്നില്ല എന്നല്ല, നല്ല രീതിയിൽ അവർ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ തിരക്കാണ്. അതായത് സാസ്കി ഇങ്ങനെ ഇവരുടെ കൂടെ ആയിരുന്നു. അപ്പോഴത്തേക്കും നമ്മളുടെ ടാക്ക ടീമിലെ ഒരാളായിരുന്നു. അന്ന് നിന്നെ കണ്ടു, പക്ഷെ നിൻ്റെ അടുത്ത് അധികം സംസാരിക്കാനൊന്നും പറ്റിയില്ല. ഇപ്പോഴാണ് നിന്നെ ഒന്ന് കിട്ടിയതൊന്ന് സംസാരിക്കാനായിട്ട്. എന്തായാലും നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ മതി. നിനക്ക് എപ്പോഴും എങ്ങനെ എന്തൊരു സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്ന രീതിയിൽ പറയണം. അപ്പോഴത്തേക്കും സറാഡയാണെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ചോദിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ പറയാണ്, ഇല്ലില്ല അതെനിക്കറിയത്തില്ല, ഒറോച്ചിമാറു പറഞ്ഞേക്കുന്നത് അവനെ തിരിച്ചു കൊണ്ടുവരാൻ മാത്രമാണ്, വേറെ ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയണം. ഒരുപാട് പ്രാവശ്യം സാസ്കിൻ്റെ കൈ കടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ നീ കടിച്ചു നോക്കി ഞാൻ പറയാമെന്ന് പറയാണ്. വേണ്ട എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ചക്ര കിട്ടാനാണെന്ന് പറയാണ്. അതേസമയം നമ്മളുടെ ടോസ്കേനെ കാണിക്കുകയാണ്. അവിടെ നമ്മളുടെ ജുഗോ എടുത്ത് പറയണ, എടാ നീ ഇവിടെ ഭയങ്കര സേഫാണ് കേട്ടോ, അതായത് ബൊറൂട്ടോ എല്ലാവരും കൂടെ നിന്നെ കേട്ട് പറഞ്ഞു വിട്ടെ, പിന്നെ ബൊറൂട്ടോനെ നിനക്ക് വിശ്വാസമല്ലേ. അപ്പോൾ ജുഗോയ്ക്ക് ബൊറൂട്ടോനെ ഭയങ്കര വിശ്വാസമാണ്. സോ പറയണം, അതെ എനിക്ക് വിശ്വാസമാണ് എന്ന രീതിയിൽ തലയാട്ടാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ഇവൻ പറയണം, പിന്നെന്താ, ഞാൻ നിന്നെ ശരിയാക്കാം, അവിടെയുള്ള എല്ലാ ബേർഡ്സിനെയും ഞാനും കൂടെ ചേർന്ന് ശരിയാക്കാടാ എന്ന രീതിയിൽ പറയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടനെ കാണിക്കുകയാണ്. ഇനിയും താറാക്കളെ പിടിച്ച് അടച്ച് വെക്കാണ് ബൊറൂട്ട, കാരണം ജുഗോ വരുമ്പോൾ ഇതെല്ലാം ശരിയാക്കും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ സുഗറ്റ്സ് പറയാണ്, നീയൊക്കെ ചെയ്യുന്ന ചുമ്മാ ഡപ്പ് വേസ്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവനങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ അവന് കിറുക്കാണോ, അതായത് ഞാൻ ഇനി അവനെ ചെയ്യാൻ സമ്മതിക്കത്തില്ല. അവൻ എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവൻ നിൻ്റെ അടുത്ത് എങ്ങനെ കൂട്ടായി എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അവനാണെങ്കിൽ എന്താ അറിയുന്നത്, ഒന്നും അറിയത്തില്ല, നിനക്ക് അവനെ പറ്റി ഒന്നും അറിയത്തില്ലെന്ന്. അപ്പോൾ സുഗറ്റ്സുവിനോട് ബൊറൂട്ട ചോദിക്കുകയാണ്, നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് അവനെ പറ്റി എല്ലാം അറിയാമെന്ന്. ഞാനും പലപ്പോഴും പല ആൾക്കാരെ പറ്റിയിട്ടും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് റീസെൻ്റ്ലി മനസ്സിലായി നമുക്ക് ആരെയും പറ്റിയിട്ട് ഒന്നും അറിയത്തില്ല, നമ്മൾ ചോദിക്കുന്നത് വരെയെന്ന്. അപ്പോഴത്തേക്കും സുഗറ്റ്സ് പറയണേ, എന്താ നീ പറയുന്നതെന്ന്. അപ്പോഴത്തേക്കും ബൊറൂട്ട പറയാണ്, നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല, കാരണം ജുഗോയ്ക്ക് അത്രയും ഇഷ്ടമായിരുന്നു ഈ ബേർഡ്സിനെ, അതിനെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും റിസ്ക് എടുത്തത്, ജീവൻ വരെ കൊടുത്ത് നിന്നത്. എന്നിട്ട് അത് മനസ്സിലാക്കാതെ അവൻ എങ്ങനെയെങ്കിലും രക്ഷിച്ചിട്ട് കൊണ്ടുപോകാനാണ് നോക്കുന്നത്. ഈ ബേർഡ്സിനെ രക്ഷിക്കാൻ നിങ്ങൾ നോക്കുന്നുണ്ടോ? ഈ ബേർഡ്സിനെ രക്ഷിച്ചില്ലെങ്കിൽ ഈ കേസ്റ്റ് മാർക്ക് അങ്ങനെ സ്പ്രെഡ് ആയി പോകില്ലേ എന്ന് പറഞ്ഞിട്ട് സുഗറ്റ്സുന് തന്നെ കൺഫ്യൂഷൻ കൊടുക്കുകയാണ്. എന്താണ് മിറ്റ്സുക്കി, നിനക്ക് ഇങ്ങനത്തെ ഫ്രണ്ട്സിനാണോ കിട്ടിയത്? എനിക്ക് അപ്പോഴേ തോന്നി, ഇതിൻ്റെ സ്വഭാവം മാറ്റം കണ്ടപ്പോഴേ തോന്നി ഗിലി ഡ്രം പോലെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്ന ഏതോ ചെറുക്കനാണെന്ന്, ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്ന ചെറുക്കനാണെന്ന്. എന്നിട്ട് ഇവരെല്ലാം കൂടെ നമ്മളുടെ സിമുറയുടെ അടുത്ത് പോവാണ്. സിമുറയുടെ അടുത്ത് നമ്മളുടെ കരീനും അതുപോലെ തന്നെ നമ്മളുടെ ആരും ഉണ്ട്, സറാഡയുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആ 3 പേരെ പറ്റിയിട്ട് പറയാണ്, അങ്ങനെ അവർ വന്നു എന്ന്. പക്ഷെ അതുപോലും സേഫ് അല്ല എന്ന രീതിയിലാണ് ആര് പറയുന്നത്, നമ്മളുടെ സറാഡ പറയുന്നത്. അപ്പോഴത്തേക്കും സിമുറ പറയുന്നുണ്ട്, അവരാണെങ്കിൽ അവരല്ലേ കൊണ്ടുപോയി എന്ന രീതിയിൽ അവൾക്കൊരു കൺഫ്യൂഷൻ വരികയാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ലാൻഡ് ഓഫ് വാട്ടറിലെ തന്നെ ആൾക്കാർ എടുത്തു എന്ന് വെച്ചോ, അത് കേസ്റ്റ് മാർക്കാണ്, അതങ്ങനെയൊന്നും പൊക്കൂടാത്ത സാധനമാണ് എന്ന രീതിയിൽ നിൽക്കുകയാണ്. അത് അവരുടെ വില്ലേജിലാണ്, നമ്മൾ മിറ്റ്സുകിയുടെ വില്ലേജിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നാണ്. അത് അവരുടെ സീക്രട്ടാണ്, സൗണ്ടിൽ മാത്രം നിൽക്കേണ്ട ഒരു സീക്രട്ടാണ്. അതിപ്പോൾ ലീഫ് വില്ലേജിൽ വന്നെങ്കിൽ തന്നെ അത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയുള്ളതെന്ന് പറയാണ്. അപ്പോഴത്തേക്കും സുഗറ്റ്സുനോട് പറയണ, എടാ ഇവർ പറയുന്നതാണ്, നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്ന്. അപ്പോൾ നമ്മളുടെ കരീൻ പറയുന്നതായിട്ട് സുഗറ്റ്സു, ഇല്ല ഞാൻ വരുന്നൊന്നും ഇല്ല എന്ന് പറയാണ്. മര്യാദയ്ക്ക് നീ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചാൽ പിന്നെ വരാമല്ലോ എന്ന രീതിയിൽ സുഗറ്റ്സു പറയാണ്. അതായത് സുഗറ്റ്സു ഇവർക്ക് 2 പേർക്കും പോയി നോക്കണമെന്നുണ്ട്. അപ്പോഴത്തേക്കും എന്താണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ ഒരു തീരുമാനമായിട്ട് ഇവർ എല്ലാവരും കൂടെ ചേർന്നിട്ട് പോയി നോക്കാം എന്ന രീതി വരികയാണ്.
അതേസമയം ആ കിറുക്കൻ സയൻറ്റിസ്റ്റിൻ്റെ ആ ഒരു റിസർച്ച് ലാബിൽ കാണിക്കുകയാണ്. അവിടെ നമ്മളുടെ വസബിയുടെയും സമുറയുടെയും പുറത്ത് നിറച്ച് കോസ്റ്റ്മാർക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ട്വിൻസില്ലേ അവരവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. ഇവരാണ് പിടിച്ചുകൊണ്ട് വന്ന വലിയ കാര്യമായി പോയി എന്ന രീതിയിൽ. ട്വിൻസ് അല്ല, ഇവർ അച്ഛൻ്റെ 2 മക്കളായിരിക്കും, ഒരണക്കൊക്കെ ഇരിക്കണം. എന്തായാലും ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് വരാണ് നമ്മളുടെ ആ ഒരു സയൻറ്റിസ്റ്റ്. അപ്പോൾ ഇയാളെ നോക്കിയിട്ട് ഞങ്ങളെ പിടിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെ പറയണം. അതായത് ഈ ഒരു ബട്ടൺ ഞെക്കിയാൽ മാത്രമേ ഇവർ വയലൻ്റ് ആയിട്ട് അൾട്രാ വയലൻറ്റ് ഫ്ലോ മാക്സിൽ പോകത്തുള്ളൂ. എനിക്ക് നോർമൽ പിള്ളേരാണ്. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, അടുത്ത് സിമുറേനെ കൊണ്ടുവരാനായിട്ട് പോവാണ്. കാരണം അവരും ഇവരെ കണ്ടു. ഓ ദേ പോണ് ആ കുരുട്ട് കൊച്ച്, അവൾ ഫോളോ ചെയ്ത് പോകാമെന്ന് പറഞ്ഞ് ആ ഒരു വെച്ച ട്രാപ്പിൽ പെടുകയാണ്. അതായത് സിമുറയെ കണ്ട് ഇവർ വരുമെന്ന് ഇവർ വിചാരിച്ചു. അതുപോലെ തന്നെ ഇവർ വരികയാണ്. ലൈക്ക് ഇവർ പ്ലാൻ ചെയ്യുമായിരുന്നു. അതായത് സിമുറേനെ മാത്രമേ ഇവർ കണ്ടിട്ടുള്ളൂ. ലൈക്ക് അപ്പോഴത്തേക്കും അവളെ കാണുമ്പോഴത്തേക്കും അവർ വരും എന്ന രീതിയിൽ. സോ അതിന് വേണ്ടിയിട്ട് സിമുറേൻ എന്ത് ചെയ്യാണ്, അവർ ഒരു ടാർഗറ്റായിട്ട് യൂസ് ചെയ്യായിരുന്നു. ലൈക്ക് അവർ കറക്റ്റ് ആ ഉന്നത്തി വന്ന് അടിക്കുമെന്ന് നോക്കാനായിട്ട്. അങ്ങനെ അത് യൂസ് ചെയ്ത് സിമുറേനെ ഇപ്പോൾ തിരിച്ച് വിളിച്ചിട്ടുണ്ട്. സിമുറ പറയാണ് എനിക്കറിയത്തില്ല അവർ കണ്ടോ വരുമോ എന്നൊന്നും എനിക്കറിയത്തില്ലെന്ന്. എന്തോ ആയിക്കോട്ടെ, എന്തായാലും എനിക്കൊരു പ്രശ്നമെന്ന് ഇത് സുഗത്സ് പറയണം. ഇവളുമാരാണെങ്കിൽ നേരെ വന്ന് ചാടി കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഇവളുമാർ വരുന്ന ഗ്യാപ്പിൽ ബൊറൂട്ടോയും സറാഡയും മിത്സുകിയും അതുപോലെ തന്നെ നമ്മളുടെ സുഗത്സും കരീനും ഒക്കെ എന്ത് ചെയ്യാണ്, നേരെ റിസർച്ച് ലാബിലേക്ക് പോവാണ്. സിമുറയാണെങ്കിൽ അകത്ത് കയറിയിട്ട് വസബീനെ നമ്മുടേനെ കാണുന്നുണ്ട്. അവർക്ക് ബോധമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ വസബീനെ നമ്മുടേനെയും അവൾ റിലീസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഡോറ് തുറക്കുന്ന സൗണ്ട് കേൾക്കുകയാണ്. ഭാഗ്യം ഇവിടെ അല്ല കേട്ടോ. അപ്പോഴത്തേക്കും നോക്കുമ്പോൾ നമ്മളുടെ ജുഗോയുടെ അടുത്താണ്. അവിടെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് വന്നേക്കാണ്. അല്ലെങ്കിൽ ക്യുനായി വെച്ച് കുത്തി കൊന്നാലോ എന്ന രീതിയിലൊക്കെ സയൻറ്റിസ്റ്റ് പോവാണ്. അപ്പോഴത്തേക്കും നോക്കുമ്പോൾ അവിടെ ആരും ഇല്ലയോ, ആരെങ്കിലും ഉണ്ടോ, അവിടെ എന്താണ് നടന്നതെന്ന് കാണിക്കുന്നില്ല. അതേസമയം സുഗെറ്റ്സുവും അതുപോലെ തന്നെ ടൊസുക്കിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇവരെ കാണുമ്പോഴേ സുഗെറ്റ്സുവിനെ അങ്ങോട്ട് പിടിക്കുന്നില്ല. അപ്പോഴത്തേക്കും ബൊറൂട്ടയ്ക്കും ഇവനോട് സംസാരിക്കാൻ വലിയ താല്പര്യമില്ല. എന്നാൽ തന്നെയും ഇവൻ രക്ഷിക്കാന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് സംസാരിക്കുകയാണ്. ഇവിടെ സിമുറ ആണെങ്കിൽ വസബീനെ നമ്മുടേനെ വിളിച്ചിട്ട് പോകാൻ നോക്കുന്നുണ്ട്. പക്ഷേങ്കിലും അവിടത്തേക്ക് ആ 2 അനിയത്തിമാരില്ലേ അവർ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അവിടത്തേക്ക് തന്നെയാണ് സറാഡയും അതുപോലെ തന്നെ നമ്മളുടെ കരീനും വരുന്നത്. രണ്ടും കൂടെ കിട്ടി ആ വിട്ട് കൊടുക്കുകയില്ല. അങ്ങനെ വസബീനെ നമ്മുടേനെ ഒരു വിധത്തിൽ രക്ഷപ്പെടുത്തി അവർ സേഫ് സോണിൽ കൊണ്ടുവരികയാണ്. അപ്പോഴത്തേക്ക് സിസ്റ്റേഴ്സിനെ ഡീൽ ചെയ്യാനായിട്ട് ആര് പോവാണ്, നമ്മളുടെ സറാഡയൊക്കെ പോകാൻ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ കാണിക്കുകയാണ് ബൊറൂട്ടോ ആണെങ്കിൽ സുഗത്സുനെ വിളിച്ചിട്ട് പോകാൻ തുടങ്ങി. കാരണം ജുഗോ രക്ഷപ്പെട്ടു എന്ന രീതിയിൽ നിൽക്കാനായിട്ട്. അങ്ങനെ ജുഗോനെ രക്ഷപ്പെടുത്താൻ ടൊസുക സമ്മതിച്ച് സഹായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ചെന്നാൽ ഒരു ടൊസുക ഇവരെ മയക്കി അവിടെ കിടത്താണ്. അതായത് ഇവർ ബെൽറ്റ് അഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകെ നിന്ന് വന്ന് കുത്തിയിടുകയാണ്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മളുടെ ബൊറൂട്ടോയും അതുപോലെ തന്നെ നമ്മളുടെ സുഗത്സും അങ്ങനെ വീണുപോയി. അത് നമ്മളുടെ ജുഗോയും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സംഭവം. അതായത് ഒറോച്ചിമാരു തന്ന ആ ഒരു ഇഞ്ചക്ഷൻ ഇല്ലേ, അത് എത്ര സൂപ്പറാണ്. അതിന് ആവശ്യമുള്ള എല്ലാം ഇവ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു എന്ന് പറയാണ്. അതേസമയം ഇവിടെ 2 സ്ഥലത്തായിട്ടാണ് സിസ്റ്റേഴ്സ് ഫൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. ഒന്ന് സറാഡയുടെയും അതുപോലെ തന്നെ കരീൻ്റെയും കൂടെ, മറ്റേത് നമ്മളുടെ സിമുറ വസബി നമ്മുടെ കൂടെ. അപ്പോഴത്തേക്കും 2 പേരും ബെൽറ്റ് ആക്ടിവേറ്റ് ചെയ്ത് മോൺസ്റ്റർ മോഡിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അടിപൊളിയായിട്ട് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അതേസമയം ഇവിടെ ടോസുക്കേനെ കാണിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയത് തന്നെ ഭയങ്കര രസമാവാനൊന്നുമല്ല, ഒരു ത്രില്ലൊക്കെ വേണ്ടേ. അതായത് ഞാൻ മനഃപൂർവ്വമാണ് കുറച്ച് കൂടെ ആൾക്കാരെ കൂടെ കൊണ്ടുവന്നതാണ് ലീഫ് വില്ലേജിലേക്ക്. കേട്ടുന്നില്ല, നിങ്ങളുടെ എന്ത് സെക്യൂരിറ്റിയാണ്, കേട്ടുന്നില്ല. ഞാൻ എങ്ങനെയോ കയറിപ്പെട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ബേർഡിനെ നോക്കുന്ന ആളാന്ന് പറഞ്ഞു. കാരണം ഞാനാണല്ലോ ബേർഡിന് വൈറസ് കൊടുത്തു വിട്ടത്. കാരണം ഇവനെ പിടിക്കാനായിട്ട് അങ്ങനെ ഒറോച്ചിമാരുടെ കയ്യിലുള്ള ഈ ഒരു ഇഞ്ചക്ഷൻ കിട്ടാനായിട്ട് ഒറോച്ചിമാർ എത്ര നന്നായിട്ട് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നത്, ഒന്നും ഫെയിലിയർ ആവാറില്ലല്ലേ. അപ്പോൾ ഇതൊക്കെ സൂപ്പറാണ്. അതിൽ നിന്നും ഈ ഇഞ്ചക്ഷനിൽ നിന്നും അവൻ ആവശ്യമായിട്ടുള്ള വൈറസിനെ എത്രത്തോളം കൂട്ടി വിടാമെന്നുള്ള ആ ഒരു ചെറിയ പോർഷനിലെ ഇൻഗ്രീഡിയൻറ്റ് അത് മാത്രം ഈ പ്രാന്തനെ എടുത്ത് വെച്ചേക്കാണ്. അങ്ങനെ അവൻ കിണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു കിണിയാണ്, എന്താ ബൊറൂട്ടയ്ക്ക് അടിക്കുമ്പോൾ വിട്ടുകൊടുക്കാൻ തോന്നുകയാണ്. ബൊറൂട്ട ചോദിക്കുകയാണ് ഇതൊരു ഗെയിമായിരുന്നോ, ഇത് ആദ്യമേ ഫേക്ക് ആയിരുന്നു എന്ന്. പിന്നെന്താ, ഞാൻ ആദ്യം വന്നത് തന്നെ പക്കാ പ്ലാൻഡ് ആയിരുന്നു, നിങ്ങളുടെ കൺമുന്നിൽ പെടാമെന്ന് വിചാരിച്ച്. നിങ്ങൾ എന്നാൽ മാത്രമല്ലേ ഞാൻ വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യൂ എന്ന രീതിയിൽ നിൽക്കുകയാണ്. ഇതാണ് ആ ഒരു വേണ്ടുന്ന സാധനം, ഇതാണ് ഇനി വൈറസിനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റിയ സാധനം. കേഴ്സ്ഡ് മാർക്ക് ഇതിൽ കൂടെ എല്ലാവർക്കും സ്പ്രെഡ് ആവും. എല്ലാവരും ഭ്രാന്തന്മാരെ പോലെ നടക്കും, എന്നെപ്പോലെ നടക്കും. എല്ലാവരും ഭ്രാന്തന്മാരെ പോലെ ആയിട്ട് കിറുക്കന്മാരായിട്ട് മാറും. ഇവിടെ ഫുൾ നശിപ്പിക്കാം, ഇത് വിൽക്കാം എന്ന രീതിയിൽ പറയാണ്. നമ്മളെ ബൊറൂട്ടാണെങ്കിൽ ഇതൊക്കെ വിറ്റാൽ ആര് വാങ്ങുമെന്ന രീതിയിൽ പറയുമ്പോൾ സുഗത്സ് പറയണം
വാങ്ങാനാണ് ആളില്ലാത്ത തോനെ പേര് വാങ്ങുമായിരിക്കും. ഇവനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം, നീയല്ലേ പറഞ്ഞത് മാന്യമഹാജനങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനാണ് ഈ നിൽക്കുന്ന സുഗത്സു എന്നെന്ന്. അപ്പോഴത്തേക്കും ബോറൂട്ട് പറയണം ഞാൻ അങ്ങനെയാണ് വിശ്വസിച്ചതെന്ന്. എന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മളുടെ ലിക്വിഡ്ഫൈഡ് ഹാൻഡ്സ് യൂസ് ചെയ്ത് സുഗത്സു എന്ത് ചെയ്യുന്നുണ്ട്, അവനെ രക്ഷിക്കാനായിട്ട് നോക്കുന്നുണ്ട് ജുഗോനെ. അപ്പോൾ സുഗത്സുനെ ഷോക്ക് അടിപ്പിച്ച് വീഴ്ത്തുകയാണ്. അതും നടന്നില്ല. അതും നമ്മളുടെ ആ ഒരു വില്ലേജിലെ ആൾക്കാരാണെന്ന് തോന്നും. പക്ഷെ ആ ഒരു വില്ലേജിലെ ആൾക്കാരാണോ എന്ന് ചോദിച്ചാൽ അവരാണോ അല്ലയോ എന്നൊന്നും അറിയത്തില്ല. നമ്മളുടെ പിള്ളേരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ജുഗോനെയും ടോസൂക്കേനെ അറ്റാക്ക് ചെയ്യാതെ അവിടെ നിന്നും പോകുന്നുണ്ട്. ടോസൂക്ക പറയണം എന്ത് രസവാ, നീ എങ്ങനെയൊക്കെ വിചാരിച്ചാലും ഇവിടെ നിന്ന് ഓരോ രീതിയിലും രക്ഷപ്പെടാൻ പറ്റത്തില്ല മോനെ, നിന്നെ കരയുമോ, എങ്ങനെ കരയും എന്നൊക്കെ പറയണം. ഇത് മാത്രമല്ല, ജുഗോയുടെ ബോഡിയിലാണെങ്കിൽ അവർ പിന്നെയും ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. എന്തിനാടാ നിന്റെ പുറപ്പാടെന്ന് പറഞ്ഞ ബൊറൂട്ടോയും ഇവർ നോക്കുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മളുടെ സെമുറേനെ ആണെങ്കിൽ ഇവിടെ ആ ഒരു സിസ്റ്റർ എടുത്തിട്ട് തൂക്കി അടിക്കുകയാണ്. അവളുടെ കഴുത്തിലെ കോളർ ബെൽറ്റ് ആക്റ്റീവായിട്ട് കിടക്കുന്നിടത്തോളം കാലം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പല രീതിയിൽ അറ്റാക്ക് ചെയ്യാണ്. സിമുറയാണെങ്കിൽ വാട്ടർ റിലീസ് ഒക്കെ യൂസ് ചെയ്ത് തടഞ്ഞു നിർത്താൻ നോക്കുന്നുണ്ട്. കല്ലിൻ്റെ പിറകിൽ വസബി നമ്മുടെ ഒളിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് പിന്നെയും അവർ അറ്റാക്ക് ചെയ്ത് അവരെ പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. വലിയ വലിയ ഡയലോഗൊക്കെ വിടുന്നുണ്ട്, വീക്കായിട്ടുള്ള നിങ്ങളുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പം ന്യൂവിനെ സമൺ ചെയ്ത് വരുത്തുമ്പോൾ കുഞ്ഞു ന്യൂ അപ്പോഴത്തേക്കും തന്നെ ഇവർക്ക് നല്ല പണി കിട്ടിയെന്ന് തന്നെ പറയാം. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ സറാഡേനെയും അതുപോലെ തന്നെ നമ്മളുടെ കരീനെയാണ്. അപ്പോൾ അവരുടെ അടുക്കും ഇതേമാതിരി തന്നെ അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ തന്നെയും സറാഡയുടെ കണ്ണ് അത് ഭയങ്കര പവർഫുൾ ആണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അത് കാരണം സറാഡയും കരീനും ഈസി ആയിട്ട് എസ്കേപ്പ് ആവുകയാണ് നമ്മളുടെ ഷെറിംഗൺ യൂസ് ചെയ്ത്. പ്രഡിക്റ്റ് ചെയ്യാനുള്ള മൂവ് അങ്ങനെ പ്രഡിക്റ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് സറാഡ കറക്റ്റ് കൊണ്ടുപോവാണ്. അതേസമയം ഇവിടെ മറ്റേ സിസ്റ്റർ ആണെങ്കിൽ വസബി നമ്മുടെ സിമുറയുടെ കയ്യിൽ നിന്ന് അത്യാവശ്യത്തിന് വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. എന്നാലും യമണ്ടും ഫൈറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളുടെ സറാഡയും അതുപോലെ തന്നെ കരീനും കൂടെ പ്ലാൻ ചെയ്യാണ് ഒരു കാര്യം. അതായത് നമ്മളുടെ കരീന് പ്രത്യേക ടൈപ്പ് നമുക്ക് ചങ്ങല യൂസ് ചെയ്യാൻ പറ്റുമല്ലോ, ആരുടെ പോലെ നമ്മളുടെ നറൂട്ടോയുടെ അമ്മേനെ പോലെ. അപ്പോൾ അതുമാതിരി അവൾ യൂസ് ചെയ്യാണ്. അത് യൂസ് ചെയ്ത് ഈ ഒരു സിസ്റ്ററിനെ ലോക്കെയാണ്. അതേസമയം നമ്മളുടെ സറാഡയ്ക്കാണെങ്കിൽ ഷെറിംഗൻ യൂസ് ചെയ്തതുകൊണ്ട് ചക്ര പോയത് കാരണം കടിച്ചോളാൻ പറയാണ്. അങ്ങനെ സറാഡ എന്ത് ചെയ്യാണ്, അത് ചെയ്യാണ്. അങ്ങനെ അവൾക്ക് ചക്ര റീറ്റൈൻ ആവുകയാണ്, അതായത് ചക്ര എടുക്കാൻ പറ്റുകയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, ഇവള് വീക്കാവാണ് കരിൻ. പക്ഷെ കരിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കരിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ സറാഡ ഇപ്പോൾ കടിച്ച് അവൾ പോയി എന്തെങ്കിലും ചെയ്താൽ അത് അത്രയും നല്ലതല്ലേ. ലൈക്ക് ഒന്നും ചെയ്യാതിരിക്കുന്നതിൽ നിന്നും എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടാണ് അവർ തോറ്റു പോകുന്നതെങ്കിൽ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് സറാഡേനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കും. നമ്മളുടെ സിസ്റ്റർ ആണെങ്കിൽ അത് പൊട്ടിച്ച് വരുമ്പോഴത്തേക്കും സറാഡയ്ക്ക് ചക്ര കിട്ടിയതുകൊണ്ട് തന്നെ സറാഡ ഒറ്റ അടിയാണ് പാഞ്ഞ്, അതും ഡിമൺ പഞ്ച് സ്ട്രോങ് ആയിട്ട് നമ്മളുടെ സാക്കുറ വയ്ക്കുന്ന മാതിരി. അത് കാരണം തന്നെ തെറിച്ചടിച്ച് പോയി ഡിമണോ എന്തായാലും ആക്ടിവേറ്റ് അല്ലാതായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി പ്രശ്നമില്ല. ഇവിടെ നമ്മുടെ സുഗത്സും ബൊറൂട്ടോയും അവിടെ തന്നെ പെട്ട് കിടക്കുകയാണ്. ഈ ഒരുത്തൻ വിടത്തൂല, അവനാണെങ്കിൽ എന്തോ കഞ്ചാവടിച്ച് ഏതൊക്കെ ഡയലോഗ് എന്ന് പറയാണ്, അതൊക്കെ സിനിമയുടെ ഡയലോഗാണെന്ന് തോന്നുന്നു പാവം. അപ്പോഴത്തേക്ക് സുഗത്സു ആണെങ്കിൽ മെൽറ്റ് ആവാൻ തുടങ്ങി. കാരണം അവന് ഇലക്ട്രിക് ഷോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഈക്വൽ ടു നമ്മുടെ തണ്ടർ പോലെ നമ്മുടെ ലൈറ്റ്നിങ് പോലെ ഇരിക്കും. അപ്പോഴത്തേക്കും അത് കാരണം അവൻ മെൽറ്റ് ആവാനും തുടങ്ങിയിട്ടുണ്ട്. അധികം നേരം പിടിച്ചു നിൽക്കാൻ ഇനി സുഗത്സുയെ കൊണ്ട് പറ്റത്തില്ല. ഇവിടെ കൊനോഹമാറു ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ മിറ്റ്സുകി നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. ഇങ്ങനെ അവർക്കും വന്നിട്ടുണ്ട്, ഇപ്പോൾ അവർ ഡീമനായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്, അവിടെ എവിടെയാണെന്നൊന്നും അറിയാൻ വയ്യുന്ന രീതിയെല്ലാം പറയുന്നുണ്ട്. വസബിയും നമ്മുടെയും ഇറങ്ങിയേക്കാണ്, ഒരു വിധത്തിൽ നിങ്ങളെ തീർത്തിട്ടേ ഞങ്ങൾ പോവുള്ളൂ എന്ന രീതിയിൽ ഇറങ്ങിയേക്കാണ്. ഇവിടെ സിമുറയും വിട്ടുകൊടുക്കുന്നില്ല. അവളാണെങ്കിൽ എപ്പോഴും വാട്ടർ ക്ലോൺ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഭയങ്കര ചൊറിയെന്ന് വരുന്നുണ്ട്. കാരണം അത് അടിച്ചിട്ടൊന്നും കൊള്ളുന്നില്ല. ലാസ്റ്റ് ഇവരെന്തെയാണ് ഒരു സ്ഥലത്ത് ഒളിച്ചു പോയിരുന്ന പ്ലാൻ ചെയ്യാണ്. കാരണം ഇവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ ഈ ഒരു സിസ്റ്ററിനെ നശിപ്പിക്കാവുന്നത്. അല്ലാതെ മക്കൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങാനായിട്ട് ഒരു രീതിയിലൊന്നും അവിടെ നടക്കില്ല. കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. സോ അവൾ എന്താണ് ന്യൂവിനാണ് ഇവർ വസബിക്കും സിമറയ്ക്കും എല്ലാവരും കൂടെ എന്താണ് അവർ തന്നെ അങ്ങോട്ടും കൂടി പറഞ്ഞ് കോൺഫിഡൻസ് കൊടുക്കുകയാണ്. ഓരോ രീതിയിൽ ഡിസ്ട്രാക്ട് ചെയ്യാണ് ആര് നമ്മളുടെ വസബി. അതേസമയം സിമുറയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂവിനെ വലുതാക്കുന്നുണ്ട്. ന്യൂ പാഞ്ഞ് വരുന്നുണ്ട്. ന്യൂ പാഞ്ഞ് വന്നിട്ട് അതിൻ്റെ പവർ യൂസ് ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മളുടെ സിമുറയാണെങ്കിൽ വാട്ടർ ഗൺ യൂസ് ചെയ്യുന്നുണ്ട്. വാട്ടർ സ്റ്റൈൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മാത്രമല്ല സ്ക്രാച്ച് കൊടുക്കുന്നുണ്ട് ന്യൂ. ആ ഒരു സ്ക്രാച്ചിൻ്റെ സമയത്ത് തന്നെ ന്യൂവിന് നല്ല വീക്ക് പോയിന്റ് കിട്ടി അടിച്ച് തെറിപ്പിച്ചിട്ട് ദൂരെ കളയാണ്. എന്നിട്ട് ചുമ്മാ വിടാൻ പറ്റുമോ, കൊല്ലണ്ടേ. അതുകൊണ്ട് തന്നെ ന്യൂ എന്ത് ചെയ്യാണ്, അതിൻ്റെ ചക്ര യൂസ് ചെയ്ത് കൊല്ലാൻ പോകുമ്പോൾ സിമുറ പറയണേ അങ്ങനെയൊന്നും ചെയ്യല്, നമ്മൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ എന്ന്. അതേസമയം ജുഗോ ആണെങ്കിൽ ഇവിടെ കേഴ്സ് സീലിൻ്റെ അണ്ടറിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ആ കേഴ്സ് മാർക്ക് വലുതാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോഴാണെങ്കിൽ അവർക്ക് മനസ്സിലായി ഇവൻ പണി കൊടുക്കുകയാണെന്ന്. അതുകൊണ്ട് രണ്ടുപേരിൽ ആരെ തൂക്ക് ചൂണ്ടൊന്നും അറിയാതെ ടൊഗൂസേനെയും അതുപോലെ തന്നെ നമ്മളുടെ ജുഗോനെയും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് കാണിക്കുന്ന ടൊസൂക്കയ്ക്കും ഈ സാധനം ഉണ്ട്, അതായത് അവനും ഈ കേഴ്സ് മാർക്കുണ്ട്. അവനും ഒരു കണ്ണൊക്കെ നല്ല രീതിയിൽ കറുപ്പിച്ചൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മളുടെ ബൊറൂട്ടോയ്ക്ക്. അതേസമയം ബാക്കിയുള്ള ബേർഡ്സ് എല്ലാം ഇപ്പോൾ ഇൻഫെക്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇറങ്ങി ശരിയാക്കിയില്ലെങ്കിൽ നല്ല 8ന്റെ പണി കിട്ടും. കാരണം ഇത് പുറത്തോട്ട് പോയാൽ എല്ലാവർക്കും വരും ഈ കേഴ്സ് മാർക്ക്. ഇത് കടിക്കും തോറും ആൾക്കാർക്കും വരാൻ തുടങ്ങും.
നമ്മളുടെ സറാടയൊക്കെ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അതേസമയം ഇവൻ ഇവിടെ അഴിഞ്ഞാട്ടവും മൊത്തം ആട്ടം കൂടെ കാണിക്കുവാണ്. വല്ലാത്ത കുർത്തക്കേട് തന്നെ. ബൊറൂട്ടോ ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവനെ നമ്മളുടെ ജുഗോനെ രക്ഷിക്കാൻ പോകുമ്പോൾ ഇവൻ പഞ്ച് ചെയ്യാൻ വരുമ്പോൾ പിന്നെയും നമ്മളുടെ സുഗറ്റ്സു ആണ് തടയാൻ വന്നത്. പിന്നെ നമ്മുടെ ലൈറ്റ്നിങ് പോലെയൊക്കെ ഇത് ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത് വീഴ്ത്തുന്നുണ്ട്. എന്ത് ചെയ്യാനാണ് സുഗറ്റ്സു ഇപ്പോൾ ഒട്ടും വയ്യാതായേക്കാണ്, നല്ല രീതിയിൽ മെൽറ്റ് ആവുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ കേഴ്സ്ഡ് സീലിൻ്റെ അണ്ടറിൽ നിന്നും കൊണ്ടുവരാൻ നോക്കുമ്പോൾ തന്നെ ജുഗോ കംപ്ലീറ്റ്ലി കേഴ്സ്ഡ് സീലിൻ്റെ ഇതിൽ പോവാണ്. അവിടെ വെച്ചാൽ നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡ് കാണുന്നത്. എല്ലാവർക്കും ടാറ്റാ.